ഹായ് നമസ്കാരം. അപ്പോൾ നമ്മൾ കമ്പനി ബോർഡ് LGSൻ്റെ ക്ലാസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇത്ര നാൾ ലൈവ് ക്ലാസ് ആയിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ലൈവ് വരാൻ ചെറിയ ടൈമിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ ക്ലാസ്സൊക്കെ മാറ്റുന്നത്. വീഡിയോയിൽ ലൈവായാലും വലിയ മാറ്റമൊന്നുമില്ല. ചോദ്യങ്ങൾ സിലബസെല്ലാം സെയിം തന്നെ. നമ്മൾ പറയുന്ന കാര്യങ്ങളും പറയുന്ന ചോദ്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. ലൈവിൽ നിങ്ങളുടെ ചോദിക്കുന്നേ ഉള്ളൂ, വീഡിയോയിൽ ഇതുപോലെ ഞാൻ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. ഓക്കെ, ഈ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഉറപ്പായിട്ടും ചോദിച്ചിരിക്കും. ഉറപ്പ് തന്നെ ഉറപ്പ്. LGSൻ്റെയും ഡ്രൈവറിൻ്റെയും ഉള്ള സിലബസ് ഏകദേശം GK പാർട്ട് 1 കേട്ടോ. അതായത് സെയിം സിലബസ് തന്നെയാണ് ഡ്രൈവർക്കുള്ളത്. ഇതിന് മുന്നിലത്തെ നമ്മൾ ഡ്രൈവർ ക്ലാസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്ര ഡീറ്റെയിൽ എടുത്തിട്ടില്ല. കാരണം വെച്ചാൽ അന്ന് ഒരു 10-26 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് അത്ര ഡീറ്റെയിൽ എടുത്തിട്ടില്ല. ഇതിപ്പോൾ ഫുൾ ഡീറ്റെയിൽ, അതായത് ഇപ്പോൾ ഒരു LD ക്ലർക്കിൻ്റെ LD എക്സാമിന് വേണ്ട രീതിയിൽ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്ന. LD ബുക്ക് തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഉപകാരപ്പെടും. അങ്ങനെ നമ്മൾ ആദ്യത്തെ 5 മാർക്ക് കഴിഞ്ഞാൽ രണ്ടാമത്തെ 5 മാർക്കിൻ്റെ ഭാഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇന്ന് ചെയ്യുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ നേരിട്ട വെല്ലുവിളികൾ, അതിൻ്റെ പുരോഗതികൾ, ആ ഭാഗത്തുള്ള ഇന്ത്യയുടെ വിദേശ നയം, ഇന്ത്യയിലെ യുദ്ധങ്ങൾ, ഓക്കെ, അതായത് ചൈന പാകിസ്ഥാൻ യുദ്ധം, പിന്നെ 1951 ശേഷമുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതായത് നമ്മൾ ഓരോ സിലബസിൻ്റെയും ഭാഗവും ഓരോ പേജും മറിച്ച് അതാത് പേജിൽ വേണ്ടത് മാത്രമേ പറയുന്നുള്ളൂ. ഒരു പേജ് പോലും സ്കിപ്പ് ചെയ്യുന്നില്ല. വേണ്ട ക്വസ്റ്റ്യൻ മാത്രമേ പറയുന്നുള്ളൂ. അതായത് സിലബസിൽ നമ്മളെ ഈ റാങ്ക് ഫയലിലെ സിലബസ് തന്നിട്ടുണ്ട്. ആ സിലബസിൽ ഏതൊക്കെ പേജിൽ ഏതൊക്കെ വേണമെന്നുള്ള രീതിയിൽ മാത്രമേ ക്വസ്റ്റ്യൻസ് പറയുന്നുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ പോലും അഡീഷണൽ ആയിട്ട് ടൈം കളയാൻ പറയുന്നില്ല. ഓക്കെ, എന്നാൽ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് ഇപ്പോൾ ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കമ്പനി ബോർഡ് LGSൻ്റെ. ആ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു റാങ്ക് ഫയൽ പഠിച്ച രീതി തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം എവിടെയും ഇത് കുറച്ചും ഒഴിവാക്കിയിട്ട് അടുത്ത് ചോദിക്കുക അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഓരോ പേജ് ഇപ്പോൾ 405, 406 അങ്ങനെ ഓരോ പേജ് കീറി മുറിച്ച് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് ഞാൻ പഠിച്ച് പ്രാവർത്തികമാക്കിയ സാധനം, ആ ചോദ്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. ഓക്കെ, എന്നാൽ ഇന്ന് വീട്ടിലേക്ക് പോവാം. അതിൻ്റെ അകത്ത് ആദ്യത്തെ ഭാഗമാണ് ഇന്ത്യയുടെ വിദേശ നയമാണ്. ഇന്ത്യയുടെ വിദേശ നയം. ഓക്കെ, അതിൻ്റെ അകത്ത് നമ്മൾ പഠിക്കാനുള്ളത് കുറേയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇന്ത്യയുടെ വിദേശ നയം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപപ്പെടുത്തിയ വിദേശ നയമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ സ്വീകരിച്ചതും. അതായത് സംഭവം വെച്ചാൽ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ 1947 മുന്നാ സമയ കാലഘട്ടത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഓക്കെ, INC രൂപപ്പെടുത്തിയ അതേ വിദേശ നയം തന്നെയാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ, അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമില്ല ഇന്ത്യ സ്വീകരിച്ചത്. ഓക്കെ, ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരാണ്? ഞാൻ ജസ്റ്റ് ടൈം തരുന്നുണ്ട് നിങ്ങൾക്ക് ഉത്തരം മനസ്സ് പറയാനാട്ടാ. ആരാന്നെല്ലാം ചോദിക്കുന്നത് എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ അറിയാറ്റില്ല. നിങ്ങൾക്ക് ആ ഒരു ടൈം എടുക്കേണ്ടി വരും കേട്ടോ. കാരണം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ച് കഴിഞ്ഞാൽ ആൻസർ അവിടെ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ആരാ? നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പിയാണ് ജവഹർലാൽ നെഹ്റു ആണ്. ഉറപ്പായിട്ടും ചോദിക്കും. ഓക്കെ, ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. ഓക്കെ, നെഹ്റു അതിനെ പറ്റി പറയുകയാണ്, ലോകത്തെ എല്ലാ ജനവിഭാഗത്തിൻ്റെയും സൗഖ്യവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് എല്ലാവരുമായും സൗഹൃദപരമായ സഹകരണമാണ് നമ്മുടെ ലക്ഷ്യം. ആരുമായും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് ഞങ്ങൾ തയ്യാറല്ലെന്നാണ് ലോകരാജ്യങ്ങളോട് ഉണർത്താനുള്ളത് എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ്. 1947 പ്രസംഗത്തിലാണ് പറഞ്ഞത്. ഓക്കെ, ഈ കാര്യം നെഹ്റു പറഞ്ഞെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇതിൽ വേറൊരു കാര്യം ഓർമ്മിക്കാനുണ്ട്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. അതായത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. വേറൊരു കാര്യമുണ്ട്, വേറൊരു 1 2 3 4 5 6 ഒരു 6-7 കാര്യങ്ങളുണ്ട്. അത് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നുകൊണ്ടിരിക്കും ഇടക്കിടക്ക്. 2024 തന്നിട്ടുണ്ട്, 25 തന്നിട്ടുണ്ട്, 26 തരും, നമുക്കും തരും, എല്ലാം തരും. ഓക്കെ, ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ. ഓക്കെ, ഈ സംഭവം ഓർമ്മിച്ച് വെച്ചാൽ ഉറപ്പായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങൾ എന്തെല്ലാമാണ് പറയുന്നത്? 1, സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുള്ള എതിർപ്പ്. ഓക്കെ, അതായത് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ 1ാമത്തെ തത്വം സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. ഓക്കെ, 2ാമത്തെ തത്വം വംശീയവാദത്തോടുള്ള വിദ്വേഷം. ഓക്കെ, വംശീയവാദത്തോടുള്ള വിദ്വേഷം. 3ാമത്തേത് ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. 4ാമത്തേത് സമാധാനപരമായ സഹവർത്തിത്വം. ഓക്കെ, 4ാമത്തേത് സമാധാനപരമായ സഹവർത്തിത്വം. 5ാമത് പഞ്ചശീലത്വങ്ങൾ, 5 പഞ്ചശീല തത്വങ്ങൾ. ഓക്കെ, 6ാമത്തേത് വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. ഓക്കെ, 6ാമത്തേത് വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ. 7ാമത്തേത് ചേരിചേരായ്മ.
ഞങ്ങൾ തന്നെ പഠിച്ചു വെച്ചേ, ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ, ഉറപ്പാണ്. ഓക്കെ, അത് കഴിഞ്ഞേ അത്രയേ ഉള്ളൂ. അടുത്ത ചേരിചേരാ പ്രസ്ഥാനം. ഓക്കെ, ചേരിചേരാ പ്രസ്ഥാനം. ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് എപ്പോഴാണ്? ഈ വർഷം പഠിച്ചു നോക്കണേ. ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് എപ്പോഴാണ്? 1961. 1961 ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത്. ഓക്കെ, ചേരിചേരാ പ്രസ്ഥാനം സ്ഥാപിതമായത് 1961. ഓക്കെ, അംഗസംഖ്യ 120 അംഗസംഖ്യ 120 അംഗസംഖ്യ 120 രാജ്യം. ഓക്കെ, അന്ന് പഠിച്ചില്ലെങ്കിൽ ഇത് പഠിക്കണേ, വർഷം പഠിക്കണേ. 1961 കേട്ടോ, 1961. ഓക്കെ, എന്താണ് ചേരിചേരാ പ്രസ്ഥാനം? ചേരിചേരാ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ശീത സമരത്തിൻ്റെ ഭാഗമായി, ഓക്കെ, ശീത സമരത്തിൻ്റെ ഭാഗമായി അമേരിക്ക, USSR എന്നീ ചേരികളിൽ പെടാതെ, ഓക്കെ, സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച രാഷ്ട്രങ്ങളുടെ സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം. സംഭവം വെച്ചാൽ ശീത സമരം നടന്നത് നിങ്ങൾക്കറിയാം, അമേരിക്ക, USSR, അതായത് സോവിയറ്റ് യൂണിയനാണ് ശീത സമരം നടത്തിയത്. ഓക്കെ, അങ്ങനെ അമേരിക്കൻ്റെ മുതലാളിത്ത ചേരിയായിരുന്നു. അമേരിക്കൻ്റെ ശീത സമരത്തിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക മുതലാളിത്ത ചേരിയും USSR സോവിയറ്റ് യൂണിയൻ സോഷ്യലിസ്റ്റ് ചേരിയായിരുന്നു. ഓക്കെ, ഈ രണ്ട് ചേരികളിലും പെടാതെ നമ്മൾ സ്വതന്ത്രമായി നിന്നോളൂ, നമുക്ക് നിങ്ങൾ രണ്ടിലും ചേരുന്നില്ല, നമ്മൾ വേറെ തന്നെ നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിന്ന ടീമാണ് ചേരിചേരാ പ്രസ്ഥാനത്തിന് സംഘടന. ഓക്കെ, ആ സംഘടന ചേരിചേരാ പ്രസ്ഥാനം. ഓക്കെ, അതാണ് 1961 നിലവിൽ വന്നത്. 120 രാജ്യങ്ങളുണ്ടെന്ന് പറഞ്ഞത് ഈ ചേരിചേരാ പ്രസ്ഥാനത്തിലാണ്. ഓക്കെ, അത്രയും കാര്യം പഠിച്ചു നോക്കണേ, ഓർത്ത് വെക്കലല്ല, ഇത്രയും കാര്യം പഠിച്ചു വെക്കണേ. ഓക്കെ, അടുത്ത പേജിലേക്ക് പോവാം. ചേരിചേരാ നയം സ്വീകരിക്കുന്ന കാരണങ്ങൾ അതൊന്നും ഉണ്ടാകുന്നു വരില്ല. ഓക്കെ, ഇത് വരും. ചേരിചേര എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചതാരാ? ചേരിചേര എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് ആരാണ്? ചേരിചേര പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണമേനോൻ. ഓക്കെ, ചേരിചേര പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി പ്രചരിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. VK കൃഷ്ണമേനോൻ. ഓക്കെ, സെറ്റ്. അടുത്തത് ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ലോക നേതാക്കൾ. ഇതും നിങ്ങൾ ഓർത്ത് വെക്കണേ, കാരണം ഇതിൽ 4 നേതാവിൻ്റെ പേര് തന്നിട്ട് ഇതിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൽ മുഖ്യ നേതാവ് അല്ലാത്തത് ആരും ചോദിക്കും, അല്ലെങ്കിൽ മുഖ്യ നേതാവ് ആരും ചോദിക്കും. ഓക്കെ, ഈ കാര്യം ഓർമ്മ വെച്ചോ. ചേരിചേരാ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ലോക നേതാക്കളായിരുന്നു: ഒന്ന് ജവഹർലാൽ നെഹ്റു, ഇന്ത്യ. ഓക്കെ, ജവഹർലാൽ നെഹ്റു, ഇന്ത്യ. രണ്ടാമത് ഗമാൽ അബ്ദുൽ നാസർ, ഈജിപ്റ്റ്. മൂന്നാമത് മാർഷൽ ടിറ്റോ, യുഗോസ്ലോവിയ. ഓക്കെ, മാർഷൽ ടിറ്റോ, യുഗോസ്ലോവിയ. നാലാമത് അഹമ്മദ് സുഗോർണ, ഇന്തോനേഷ്യ. അഞ്ചാമത് കാമിയൻ ക്രൂമ, ഗാന. ഓക്കെ, കാമിയൻ ക്രൂമ, ഗാന. ഒന്നുകൂടി പറയാം. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ലോക നേതാക്കളാണ് നെഹ്റു, ഇന്ത്യ. ഓക്കെ, പ്രസിഡന്റ് പ്രധാന അതൊന്നും ഓർമ്മിക്കണ്ട, ഈ രാജ്യം ജസ്റ്റ് ഓർമ്മിച്ച് നോക്കുക. നെഹ്റു, ഇന്ത്യ. ഗമാൽ അബ്ദുൽ നാസർ, ഈജിപ്റ്റ്. മാർഷൽ ടിറ്റോ, യുഗോസ്ലോവിയൻ. അഹമ്മദ് സുഗോർണ, ഇന്തോനേഷ്യ. കാമിയൻ ക്രൂമ, ഗാന. ഓക്കെ, ഇത്രയും കാര്യം ഓർത്ത് നോക്കുക, പഠിച്ചു നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യമാണ്: ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണ് എന്ന് ഇങ്ങനെ അഭിപ്രായപ്പെട്ടതാരാ? അതായത് ചേരിചേരായ്മ, അതായത് ഞാൻ പറഞ്ഞു മുതലാളിത്ത ചേരിയിലും ഇല്ല, സോഷ്യലിസ്റ്റ് ചേരിയിലും ഇല്ല, അതിലില്ലാത്തതാണ് ചേരിചേരാ പ്രസ്ഥാനത്തിലെ കുറേ ആൾക്കാർ, നമ്മളെപ്പോലത്തെ കുറേ ടീം. ഓക്കെ, അങ്ങനെ ഈ ചേരിചേരായ്മ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതൊന്നുമല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളിലും സജീവമായി ഇടപെടാനാണെന്ന് അഭിപ്രായപ്പെട്ടതാരാ? ആരായിരിക്കും? ഓക്കെ, നെഹ്റുവാണ് കേട്ടോ, ജവഹർലാൽ നെഹ്റു. ഓക്കെ, ചേരിചേരായ്മ ലോകരാജ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നൊന്നുമല്ല, ലോകം അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങളും സജീവമായി ഇടപെടാനാണ് എന്നിങ്ങനെ അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റുവാണ്. ഓക്കെ, അടുത്ത ചോദ്യം: ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? ഓക്കെ, ഇത് രണ്ട് സമ്മേളനം ഉണ്ടായി, രണ്ടും ഓർമ്മിച്ച് നോക്കണേ. ഓക്കെ, ഒന്ന് ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ഏതാ? 1955 ബന്ധൂങ് സമ്മേളനമാണ്. ബന്ധൂങ് സമ്മേളനം നമുക്കറിയാം 1961 രൂപീകരിച്ചെന്നറിയാം. അപ്പോൾ ബന്ധൂങ് സമ്മേളനം നടന്നത് 1955. 1955. ഓക്കെ, എന്നോട് പറയാം. ചേരിചേരാ പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനമാണ് ബന്ധൂങ് സമ്മേളനം. ബന്ധൂങ് സമ്മേളനം നടന്ന വർഷം 1955. അങ്ങനെ തന്നെ പഠിച്ചേ. ഓക്കെ, അടുത്തത് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാ? 1961 ഓക്കെ, 1961 എവിടെയാ? ഓക്കെ, ബെൽഗ്രേഡിലാണ് കേട്ടോ, ബെൽഗ്രേഡാണ്, യൂഗോസ്ലോവിയ. ഓക്കെ, ബെൽഗ്രേഡാണ്. ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ബെൽഗ്രേഡാണ്, ബെൽഗ്രേഡ്. ഓക്കെ,
1961 1961 രണ്ട് ചോദ്യമുള്ളത്, രണ്ടും പഠിച്ചെടുക്കണോ. ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം 1955 ബന്ധുങ് സമ്മേളനം. ചേരിചേര പ്രസ്ഥാനത്തിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാ? ബെൽഗ്രേഡാണ്. ബെൽഗ്രേഡ്. ഓക്കെ, 1961. ഓക്കെ, ബെൽഗ്രേഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ 25 രാജ്യമായിരുന്നു. ജസ്റ്റ് ഓർമ്മ ചോദിച്ചാൽ ബെൽഗ്രേഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത രാജ്യങ്ങൾ 25 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? ഓക്കെ, ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ അതിന്റെ അടിസ്ഥാനമായി അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്ന നയം എന്താ? ഏത് നയത്തിൻ്റെയാ? ഓക്കെ, പഞ്ചശീല തത്വങ്ങളാണ്. പഞ്ചശീല തത്വങ്ങൾ. ഓക്കെ, ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണ അടിസ്ഥാനമായി രൂപീകരണത്തിന്റെ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്നത് പഞ്ചശീല തത്വങ്ങളാണ്. ഓക്കെ, അടുത്ത ചോദ്യം. പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചാരെന്ന് അറിയില്ലേ? ഇന്ത്യയും ചൈനയുമാണ്. ഓക്കെ, ഇന്ത്യയും ചൈനയുമാണ്. ഇത് അങ്ങനെ ചോദ്യം ചോദിക്കില്ല കേട്ടോ. ഇന്ത്യയും ചൈനയും. ഓക്കെ, ഇന്ത്യ ഏത് രാജ്യവുമായാണ് പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ചെന്ന് ചോദിക്കലുണ്ട്. പഞ്ചശീല തത്വം ഒപ്പുവെച്ച വർഷവും ചോദിക്കലുണ്ട്. രണ്ട് കാര്യം പഠിച്ചിരിക്കണേ. ഓക്കെ, അതുകൊണ്ടാണ് ഈ രീതി ചോദിച്ചത് നിങ്ങളുടെ. ഇന്ത്യയും ഏത് രാജ്യവുമായാണ് പഞ്ചശീല തത്വം ഒപ്പുവെച്ചത്? ഇന്ത്യയും ചൈനയുമായി. ഓക്കെ, ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച വർഷം എപ്പോഴാണ്? പറഞ്ഞോ, എപ്പോഴാണ്? 1954. ഓക്കെ, ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച വർഷം 1954. ഓക്കെ, 1954 54. ഓക്കെ, ഇന്ത്യയും ചൈനയുമാണ്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വം 1954. ഓക്കെ, അടുത്ത ചോദ്യം. പഞ്ചശീല കരാറിൽ ഒപ്പുവെച്ച് ആരൊക്കെയാന്ന് ചോദിച്ചാലാ? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച് ആരൊക്കെയാണ്? ഒന്ന് നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. നെഹ്റു. രണ്ടാമത് ചൗവൻലായ് ആണ്. ഓക്കെ, ചൈനീസ് പ്രധാനമന്ത്രിയാണ്. 1954 ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വ കരാർ ഒപ്പുവെച്ചത്. ഓക്കെ, പഞ്ചശീല തത്വ കരാറിൽ 1954 ഒപ്പുവെച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗവൻലായ് ആണ്. ചൗവൻലായുമാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. പഞ്ചശീല തത്വങ്ങളുടെ നിർദ്ദേശങ്ങളൊന്നും പഠിച്ച സമയം കളയണ്ട, വിട്ടെ. ഒന്നും വേണ്ട. ഓക്കെ, അതൊന്നും വേണ്ട കേട്ടോ. അന്ന് നമ്മളെ സമയം കളയാൻ മാത്രമല്ല ചോദ്യങ്ങളാണ്. ഓക്കെ, ഇത് വരും. ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. ഇന്ത്യയുടെ ഇത് പ്രീവിയസ് ക്വസ്റ്റൻ ആട്ടോ. 2021 പ്രീവിയസ് ക്വസ്റ്റനാണ് ചോദിക്കുന്നത് കേട്ടോ. 2021 പ്രീവിയസ് ക്വസ്റ്റനാണ് ചോദ്യത. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ഞാൻ ഇപ്പം പറഞ്ഞ കാര്യമാണ്. പഠിക്കണം എന്ന് പറഞ്ഞ കാര്യം ഇപ്പം ഇപ്പുറത്തെ പേജിൽ ഞാനിത് ഇവിടെ ഈ പ്രീവിയസ് ക്വസ്റ്റൻ ഉണ്ട് എന്ന് എഴുതിയിട്ടൊന്നല്ല കേട്ടോ ഇവിടെ പറയുന്നത്. ഞാനിങ്ങനെ പേജ് ഇങ്ങനെ മറച്ച് പോയി ചോദിക്കുന്ന കേട്ടോ. ഓക്കെ, ഓരോ പേജും വിടാതെ മറച്ച് പോയി ചോദിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കാണുന്നതാണ്, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഓക്കെ, ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ഞാനിപ്പോൾ പഠിക്കണം എന്ന് പറഞ്ഞ കാര്യമാണ്. ആരാ അറിയാം? നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. 2021 10th പ്രിലിംസിന്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. സെറ്റ്. അടുത്ത ചോദ്യം 2021 തന്നെ പ്രീവിയസ് ആണ്. 10th പ്രിലിംസിന്റെ തന്നെ പ്രീവിയസ് ആണ്. ഓക്കെ, ഇതാണ് പഠിക്കണമെന്ന് വീണ്ടും ഞാൻ പറഞ്ഞത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഏത്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ വീണ്ടും വന്നിട്ട് ഞാൻ പറഞ്ഞില്ല പഠിക്കണമെന്ന്. ഓക്കെ, ഇന്ത്യ ചൈനയാണ്. ഇന്ത്യയും ചൈനയുമാണ്. നമുക്കറിയാം 1954 നെഹ്റുവും ചൗവൻലായുമാണ് ഒപ്പുവെച്ചതെന്നറിയാം. പഞ്ചശീല തത്വങ്ങൾ ഇന്ത്യയും ചൈനയുമാണെന്നറിയാം. 54 എന്നറിയാം. എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, പഞ്ചശീല തത്വങ്ങൾ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ, ചൈന 54. അത്രയേ ഉള്ളൂ. അടുത്തതും പ്രീവിയസ് ആണ്. LDCന്റെ 2021 ചോദ്യം. ഓക്കെ, ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം. ഞാൻ പറഞ്ഞ 2 സമ്മേളനം പഠിച്ചു വെക്കണോ. ഒന്ന് തീരുമാനിച്ച സമ്മേളനവും ഒന്ന് അത് നടത്തിയ സമ്മേളനം. രണ്ടും പഠിച്ചു വെക്കണേ. ചോദ്യം ഇതാണ്. ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാ? നമ്മൾ പറഞ്ഞതാണ്. ഏതാ? ഓക്കെ, പറ. ബന്ധുങ് ബന്ധുങ് സമ്മേളനം കേട്ടോ. ബന്ധുങ് സമ്മേളനം 1955 നടത്തിയതെപ്പോഴാ? ബെൽഗ്രേഡ് ആണ്. 1961. 2 കാര്യം ഓർത്ത് വെച്ചേ, ഉറപ്പായിട്ടും ചോദിക്കും കേട്ടോ. ചേരിചേര പ്രസ്ഥാനം രൂപവൽക്കരിക്കാൻ തീരുമാനിച്ചത് ബന്ധുങ് സമ്മേളനം 1955. ഓക്കെ, സെറ്റ്. 57 ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാം. 1987. ഓക്കെ, 1987 രൂപം കൊണ്ട ചേരിചേര പ്രസ്ഥാനത്തിന്റെ അനുബന്ധ കമ്മിറ്റിയാണ് ആഫ്രിക്ക ഫണ്ട് കേട്ടോ. ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ 1987 രൂപം കൊണ്ട ചേരിചേര പ്രസ്ഥാനത്തിന്റെ അനുബന്ധ കമ്മിറ്റിയാണ് ആഫ്രിക്ക ഫണ്ടാണ്. ആഫ്രിക്ക ഫണ്ട്. ഓക്കെ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആകുന്ന എപ്പോഴാണെന്ന് അറിയാം? അടുത്ത ചോദ്യത്തിലാട്ടോ.
ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആര്? ഓക്കെ, ഇത് ഈ ഒരു പോയിന്റിലുകൊണ്ടാണ് ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റി, അതായത് 1987 രൂപം കൊണ്ട ചേരിചേര പ്രസ്ഥാനത്തിന്റെ അനുബന്ധ കമ്മിറ്റിയാണ് ആഫ്രിക്ക ഫണ്ട്. ഓക്കെ, ഈ ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി. ഓക്കെ, രാജീവ് ഗാന്ധിയാണ്. ഇതുകൊണ്ടാണ് ഈ ചോദ്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ആഫ്രിക്ക ഫണ്ട് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധിയാണ്. സെറ്റ്. അത്രയേ ഉള്ളൂ. വിദേശ നയവും ചേരിചേര പ്രസ്ഥാനവും ഇത് നിങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അത് എത്ര ചോദ്യമുള്ളൂ? 1 2 3 4 5 6 7 8 9 10 11 12 13 14 ചോദ്യമേ ഉള്ളൂ കേട്ടോ. ആ ചോദ്യം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 1 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, സെറ്റ്. അടുത്ത ചോദ്യമാണ്. അടുത്തത് ചൈനീസ് ആക്രമണമാണ്. ചൈനീസ് ആക്രമണം. ഓക്കെ, ചൈനീസ് ആക്രമണം, ചൈനീസ് യുദ്ധമാണ്. ചൈനീസ് യുദ്ധം. ഓക്കെ, യുദ്ധങ്ങൾ എന്നുള്ള ഭാഗത്തിൽ വരുന്നതാണ്. ചൈനീസ് യുദ്ധമാണ്. ചൈനീസ് യുദ്ധം. ഓക്കെ, 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായതിന് കാരണമായ പ്രധാന വിഷയങ്ങൾ. ഓക്കെ, 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായതിന് കാരണമായ പ്രധാന വിഷയങ്ങൾ. ഓക്കെ, ഒന്ന് ടിബറ്റൻ പ്രശ്നം. രണ്ടാമത് അതിർത്തി തർക്കം. ഓക്കെ, 1962 ഇന്ത്യയും ചൈനയും തമ്മിൽ യുദ്ധമുണ്ടായ പ്രധാന കാരണങ്ങൾ. ഓക്കെ, എന്തല്ല? ഒന്ന് ടിബറ്റൻ പ്രശ്നം, രണ്ടാമത് അതിർത്തി തർക്കം. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിച്ച ഒരു പ്രദേശമാണ് ഏതാ? ടിബറ്റ്. ഓക്കെ, അതായത് ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിച്ച പ്രദേശമായിരുന്നു ടിബറ്റ്. ഓക്കെ, ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ സ്വതന്ത്രമായി നിൽക്കാൻ ആഗ്രഹിച്ചത് ടിബറ്റ് ആയിരുന്നു. ഓക്കെ, ചൈന ടിബറ്റിനെ ആക്രമിച്ച് അതിന്റെ ഭാഗമാക്കി വർഷം എപ്പോഴാണെന്നറിയാം? അങ്ങനെ സ്വതന്ത്രമായി നിൽക്കാൻ തീരുമാനിച്ച ടിബറ്റിനെ നീ സ്വതന്ത്രമായി നിൽക്കേണ്ടത് നമ്മളെപ്പുറം തന്നെ നിന്നാവെന്ന് കരുതി പറഞ്ഞ് പ്രശ്നമാക്കി അടിപിടിയാക്കി ചൈന ടിബറ്റിനെ ആക്രമിച്ച് കൂടെ നിർത്തി. ഓക്കെ, എപ്പോഴാ? 1959. ഓക്കെ, ചൈന ടിബറ്റിനെ ആക്രമിച്ച് അതിന്റെ ഭാഗമാക്കിയ വർഷം 1959. ഓക്കെ, ഇതിനെതിരെ ടിബറ്റിൽ പ്രക്ഷോഭം ആരംഭിച്ചു. ഓക്കെ, ഇതിനെതിരെ കാരണം ടിബറ്റ് ഒറ്റക്ക് നിൽക്കണമെന്നല്ലേ പറഞ്ഞത്. പക്ഷേങ്കിൽ ചൈന 1959 ടിബറ്റിനെ പിടിച്ചടക്കി. അപ്പോൾ ഇതിനെതിരെ ടിബറ്റിൽ പ്രക്ഷോഭം ആരംഭിച്ചു. ഉണ്ടാവുമല്ലോ, സ്വാഭാവികം. ഓക്കെ, ചൈനീസ് ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടി ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവായ ദലൈ ലാമ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം നേടിയത് എപ്പോഴായിരിക്കും? 59 തന്നെ ആയിരിക്കും. ഓക്കെ, 1959 തന്നെയാണ്. കാരണം ടിബറ്റ് ഒറ്റക്ക് നിൽക്കാന്ന് പറഞ്ഞു. പക്ഷേ ചൈന വിട്ടില്ല. ചൈന അവരെ അടിച്ച് ഫിനിഷാക്കി കൂടെ കൂട്ടി. ഓക്കെ, അവരെ രാജ്യമാക്കി മാറ്റി, അവരെ ഭാഗമാക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഇതിനെതിരെ ടിബറ്റിൽ പ്രശ്നം തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ചൈനീസ് ആക്രമണത്തിൽ നിന്ന് രക്ഷ നേടി ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവാരാ? ഓക്കെ, ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവാരാണ്? ദലൈ ലാമയാണ്. ഓക്കെ, ദലൈ ലാമ ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയത് 1959. 1959 തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യമാണ്. ഇന്ത്യ ചൈന യുദ്ധ പശ്ചാത്തലത്തിൽ 1964 ചിത്രീകരിക്കപ്പെട്ട സിനിമ ഏതാണ്? ഓക്കെ, ഇന്ത്യ ചൈന യുദ്ധ പശ്ചാത്തലത്തിൽ 1964 ചിത്രീകരിക്കപ്പെട്ട ചലച്ചിത്രമാണ് ഏതാ? ഹക്കികാന്താണ്. ഹക്കികാത്ത്. ഓക്കെ, ഹക്കികാത്ത്. ഓക്കെ, ഹക്കികാത്ത്. കാന്ത്. ഓക്കെ, എന്ത് വേണമെങ്കിൽ പറയാം? ഹക്കികാത്ത് കേട്ടാ. ഇന്ത്യ ചൈന യുദ്ധ പശ്ചാത്തലത്തിൽ 1964 ചിത്രീകരിക്കപ്പെട്ട സിനിമയാണ് ഹക്കികാത്ത് കേട്ടോ. ഹക്കികാത്ത്. സംവിധാനം ചേതൻ ആനന്ദ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്തതാണ്. ഓക്കെ, 1965. അടുത്തത് 1965 പാക് പട്ടാളം. ഓക്കെ, പാകിസ്ഥാൻ പട്ടാളം. 1965 പാകിസ്ഥാൻ പട്ടാളം ആക്രമണം നടത്തിയ പ്രദേശങ്ങളാണ് റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ച്. ഓക്കെ, കാശ്മീറാണ്. ഒന്നുകൂടി പറയാം, 1965. ചൈന ആക്രമണം കഴിഞ്ഞാണ് 62 കഴിഞ്ഞാണ്. ഇത് പറയുന്നത് 65 പാക്കാണ്. 1965 പാക് പട്ടാളം ഓക്കെ ആക്രമണം നടത്തിയ പ്രദേശങ്ങൾ റാൻ ഓഫ് കച്ച് 1965 ഏപ്രിലാണ് റാൻ ഓഫ് കച്ചിൽ ആക്രമണം നടത്തിയത്. പിന്നെ കാശ്മീർ 65 ആഗസ്റ്റ് സെപ്റ്റംബറിലാണ് 65 കാശ്മീരിലും ആക്രമണം നടത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം, താഷ്കന്റ് കരാർ ഒപ്പുവെച്ച വർഷം എപ്പോഴാണ്? താഷ്കന്റ് കരാർ ഒപ്പുവെച്ച വർഷം എപ്പോഴാണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, 65 ഇന്ത്യ പാക് പ്രശ്നം നടന്നു. 65 1965 ഇന്ത്യ പാക് പട്ടാളം ആക്രമണം നടത്തി. റാൻ ഓഫ് കച്ചിലാണ് അവർ ആക്രമണം നടത്തിയത് പാക് പട്ടാളം. പിന്നെ കാശ്മീരിൽ നടത്തിയിട്ടുണ്ട്. ഓക്കെ,
അതിൻ്റെ ഭാഗമായിട്ട് വന്ന താഷ്കൻഡ് കരാർ. ഓക്കെ, താഷ്കൻഡ് കരാർ എപ്പോഴായിരിക്കും? 65 നടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത കൊല്ലം 66 1966 ജനുവരിയിലാണ്. 1966 ജനുവരിയിൽ താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചേ, ഓർമ്മിച്ചേ, താഷ്കൻഡ് കരാർ ഒപ്പുവെച്ചത് 1966 66 ജനുവരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, 1971 യുദ്ധത്തിന് കാരണം എന്താണ്? 1971 യുദ്ധത്തിന് കാരണം എന്താണ്? 1971 യുദ്ധത്തിന് കാരണമാണ് ഇന്നത്തെ ബംഗ്ലാദേശ്. ഓക്കെ, ഇന്നത്തെ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ കിഴക്കൻ പാകിസ്ഥാൻ. ഓക്കെ, കിഴക്കൻ പാകിസ്ഥാൻ രൂപവൽക്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളായിരുന്നു 1971 യുദ്ധത്തിന് കാരണം. ഓക്കെ, 1971 യുദ്ധത്തിന് കാരണം ഇന്നത്തെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ, അതായത് കിഴക്കൻ പാകിസ്ഥാൻ രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണോ 1971 യുദ്ധത്തിന് കാരണം. ഓക്കെ, ഇന്ത്യൻ സൈന്യം കിഴക്കൻ പാകിസ്ഥാനിൽ കടന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനെതിരെ യുദ്ധം ആരംഭിച്ച വർഷമാണ് 1971. ഓക്കെ, 1971. ഒന്നുകൂടി പറയാം. ഇന്ത്യൻ സൈന്യം കിഴക്കൻ പാകിസ്ഥാനിൽ, ഓക്കെ, കിഴക്കൻ പാകിസ്ഥാൻ അതായത് ഇന്നത്തെ ബംഗ്ലാദേശ് അവിടെ കടന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനെതിരെ യുദ്ധം ആരംഭിച്ച വർഷം 1971. 1971. ഓക്കെ, ബംഗ്ലാദേശ് നിലവിൽ വന്ന വർഷവും 1971. ബംഗ്ലാദേശ് നിലവിൽ വന്ന വർഷവും 1971 തന്നെയാണ്. അങ്ങനെയാണ് ബംഗ്ലാദേശ് നിലവിൽ വന്നത് 1971. ഓക്കെ, സംബന്ധിച്ച കിഴക്കൻ പാകിസ്ഥാൻ വന്നാൽ ഈ ബംഗ്ലാദേശാണ് കേട്ടോ, ബംഗ്ലാദേശാണ്. കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ശരിക്കുള്ള പാകിസ്ഥാനിലേക്കുള്ള യുദ്ധം ആരംഭിച്ചത് 1971. അതുകൊണ്ട് തന്നെ 1971 ബംഗ്ലാദേശ് നിലവിൽ വന്നു, അത്രയേ ഉള്ളൂ. ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. ജസ്റ്റ് ഓർമ്മിച്ചോ, ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. 72 വന്നത്. ഓക്കെ, ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ഓക്കെ, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് സിംല കരാർ കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് സിംല കരാർ. ഓക്കെ, 1971 ഇന്ത്യ പാക് യുദ്ധമായി ബന്ധപ്പെട്ട് നിലവിൽ വന്ന ഉടമ്പടി, നിലവിൽ വന്ന കരാറാണ് സിംല കരാർ. ഓക്കെ, സിംല കരാർ ഒപ്പുവെച്ച വർഷം എപ്പോഴാ? 1971 യുദ്ധം നടക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത പോലെ 72 1972 ജൂലൈ 3 1972 ജൂലൈ 3. ഓക്കെ, സിംല കരാർ ഒപ്പുവെച്ച വർഷം 1972 ജൂലൈ 3 1972 ജൂലൈ 3. ഓക്കെ, സിംല കരാർ ഒപ്പുവെച്ചത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോയും ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുമാണ്. ഓക്കെ, സിംല കരാർ ഒപ്പുവെച്ചത് ഇന്ത്യ പാകിസ്ഥാനുമാണ്. 71 യുദ്ധത്തിന്റെ ഭാഗമായിട്ട് 72 സിംല കരാർ ജൂലൈ 3 വന്നു. അപ്പോൾ ഉറപ്പായിട്ട് ആരായിരിക്കും? ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി. ആ സമയത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായ സുൽഫിക്കർ അലി ഭൂട്ടോയുമാണ് സിംല കരാർ 1972 ജൂലൈ 3 ഒപ്പുവെച്ചത്. ഓക്കെ, ഇത്രയും കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെയും ക്ലാസ് ചെയ്യേണ്ടത്. ഓക്കെ, ഈ പേജിൽ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇതിൻ്റെ കാര്യം ഇനിയും വരാനുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഭാഗം ബാക്കി വരാനുണ്ട്. ഓക്കെ, അടുത്ത ഭാഗം 1951 ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം. ഓക്കെ, 1951 ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം. ഇങ്ങനെ കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, നമുക്ക് പഠിക്കാനുള്ള സിലബസിലെ കാര്യം തന്നെയാണ്. അത് ഇവർ ഹെഡിങ് ആക്കിയിട്ട് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, സംഭവം ഇതാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്നതും ആദ്യത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരോ ഈ സംഭവങ്ങളെ അതിനകത്തുള്ളൂ. ഒരു പേജ് പരിപാടിയേ ഉള്ളൂ. ഓക്കെ, ഞാനിങ്ങനെ അത് പറയാൻ കാരണം വെച്ചാൽ, വായിക്കാൻ കാരണം വെച്ചാൽ ഓരോ പേജ് ഞാനിപ്പോൾ 406 പേജ് വായിച്ച് 407 പേജ് വായിക്കാം. അങ്ങനെ ഓരോ പേജ് ഞാൻ വായിച്ചിട്ട് പോകുന്നത്. ഓരോ പേജിൽ ഇമ്പോർട്ടൻ്റ് മാത്രമേ പറയുന്നുള്ളൂ. ഒന്നും ടൈം എക്സ്ട്രാ കളയാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ചോദ്യത്തിലേക്ക് പോവാം. 1951 ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രം. അതിൻ്റെ അകത്ത് വരുന്നതാണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ്. ഓർത്ത് വെച്ചേ, ഇപ്പം കഴിഞ്ഞ 8-ാം തീയതി കഴിഞ്ഞ പരീക്ഷയ്ക്ക് വരെ ഇതിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. ഓക്കെ, ചോദ്യം ഇതാണ് വന്നത്. ചോദ്യം, ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോൾ? 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. എന്നിട്ട് പറയാം, ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് എപ്പോഴാണ്? 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ. 1951 മുതൽ 52 വരെ ആണ് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. നമ്മളെ ഒക്ടോബർ 25 ഫെബ്രുവരി 21 ഓർത്തിട്ടില്ലേ പോലും ഈ 51 52 സാധനം ഓർത്ത് വെച്ചേ. ഓക്കെ, ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 മുതൽ 52 വരെയാണ്. ഓക്കെ, ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന സ്ഥലം ഏതാണ്? ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന സ്ഥലമാണ് ഏതാ? ഓക്കെ, ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കാണ്. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. അപ്പോൾ എന്നിട്ട് പറയാം, ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യമായി വോട്ടെടുപ്പ് നടന്ന സ്ഥലം. ഈ 51 52 കാലത്ത് വോട്ടെടുപ്പ് നടന്ന സ്ഥലം ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിൽ ചിനി താലൂക്ക് കേട്ടോ. ചിനി താലൂക്കാണ്, ചിനി താലൂക്ക്. ഓക്കെ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ. സ്വതന്ത്ര ഇന്ത്യ എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷമുള്ള ആദ്യത്തെ വോട്ടർ ആരാ? ശ്യാം ശരൺ നേഗിയാണ്. ശ്യാം ശരൺ നേഗിയാണ്. ഓക്കെ,
ഹിമാചൽ പ്രദേശിലെ മാണ്ഡി മണ്ഡലത്തിൽ നിന്നാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി മണ്ഡലമാണ്. ഓക്കെ, ഹിമാചൽ പ്രദേശ് മാണ്ഡി മണ്ഡലത്തിൽ നിന്നാണ്. ശ്യാം ശരൺ നേഗിയാണ്. ഒന്നുകൂടി പറയാം, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം ശരൺ നേഗിയാണ്. ശ്യാം ശരൺ നേഗി. ഓക്കെ, ഹിമാചൽ പ്രദേശിലെ മാണ്ഡി മണ്ഡലത്തിൽ നിന്നാണ്. ഹിമാചൽ പ്രദേശ് മാണ്ഡി മണ്ഡലം. ഓക്കെ, അടുത്ത ചോദ്യം, ഒന്നാം ലോക്സഭയിൽ തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം എത്രയാണ്? 1951-52 കാലഘട്ടത്തിലെ ഒന്നാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അതായത് തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം, ആകെ സീറ്റുകളുടെ എണ്ണമാണ് 4. ഓക്കെ, 4ൻ്റെ നേരെ ഇരട്ടി 8. 8ൻ്റെ പേര് 1 കൂട്ടി 9. ഓക്കെ, 489 ആണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം, ഒന്നാം ലോക്സഭയിലെ തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം 489. ഓക്കെ, 4, 8, 9. 4 എഴുതുക, 4ൻ്റെ നേരെ ഇരട്ടി എഴുതുക 8. 8ൻ്റെ പേര് 1 കൂട്ടോ 9. 489. ഓക്കെ, ഒന്നാം ലോക്സഭയിൽ തിരഞ്ഞെടുപ്പ് നടന്ന സീറ്റുകളുടെ എണ്ണം 489. ഈ 450 സീറ്റിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ട് ഏറ്റവും കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വന്ന പാർട്ടി ഏതാണ്? ഏത് പാർട്ടിയാണ് 489 സീറ്റിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വന്ന പാർട്ടി ഏതാണ്? INC ആണ്. INC. ഓക്കെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അധികാരത്തിൽ വന്നത്. ഓക്കെ, എത്ര സീറ്റ് നേടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നത്? എത്രയാ? 364ആണ്. 364. 3 എഴുതുക, അതിൻ്റെ ഇരട്ടിയാക്കുക, 6 ഇടുക, 6 364 കേട്ടോ, 4. മറ്റേത് 4 എഴുതുക, ഇരട്ടിയാക്കുക, 8 എഴുതുക, 1 കൂട്ടുക, 489 സീറ്റ് നേടി അധികാരത്തിൽ വന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കിട്ടിയ സീറ്റുകൾ 3 എഴുതുക, നേരെ ഇരട്ടിയാക്കുക, 6 എഴുതുക, പിന്നെ 4, 364. ഒന്നുകൂടെ പറയാം, ഏറ്റവും കൂടുതൽ സീറ്റ് നേടി അധികാരത്തിൽ വന്ന പാർട്ടി അന്ന് കേട്ടോ 51-52 കാലത്ത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. INC ആണ്. ഓക്കെ, എത്ര സീറ്റാണ്? 364 സീറ്റ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ആദ്യത്തെ മന്ത്രിസഭ വന്നു. ഓക്കെ, ഇലക്ഷൻ നടന്നു, മന്ത്രിസഭ വന്നു. ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരെ നമ്മൾ പഠിച്ചിരിക്കണേ. ഓക്കെ, ചോദിക്കും കേട്ടോ, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിലെ മന്ത്രിമാർ ആരൊക്കെയായിരുന്നു? ഓക്കെ, ആദ്യത്തേത് പ്രധാനമന്ത്രി, എല്ലാവർക്കും അറിയായിരിക്കും. പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിയും ആരായിരിക്കും? ഉറപ്പായിട്ടും ആരാ? നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ്. എല്ലാവർക്കും അറിയാം. ആദ്യത്തെ പ്രധാനമന്ത്രി, അതാ സംഭവം. ആദ്യത്തെ പ്രധാനമന്ത്രി, സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ പ്രഥമ തെരഞ്ഞെടുപ്പ്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. ആ സമയത്ത് വന്ന മന്ത്രിസഭയിൽ തെരഞ്ഞെടുപ്പ് നടന്ന അധികാരത്തിൽ വന്ന് മന്ത്രിസഭ രൂപീകരിച്ചു. മന്ത്രിസഭ ഉണ്ടായി, അതിലെ മന്ത്രിമാരെ വന്നു. അങ്ങനെ മന്ത്രിമാരാണ്. ആദ്യത്തെ മന്ത്രിയാണ്. ഓക്കെ, ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നെഹ്റു. ഓക്കെ, ജവഹർലാൽ നെഹ്റു. വിദേശകാര്യവും ജവഹർലാൽ നെഹ്റു തന്നെ. ഓക്കെ, പ്രധാനമന്ത്രി വിദേശകാര്യവും ജവഹർലാൽ നെഹ്റു ആണ്. പ്രത്യേകിച്ച് കോഡും കാര്യങ്ങളൊന്നും വേണ്ട, നിങ്ങൾക്കത് കിട്ടും. പ്രധാനമന്ത്രി വിദേശകാര്യം ആരാ? ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. ഓക്കെ, അടുത്തത് ഉപപ്രധാനമന്ത്രി. ഓക്കെ, ഉപപ്രധാനമന്ത്രി ആഭ്യന്തരം. ഓക്കെ, ഉപപ്രധാനമന്ത്രി ആഭ്യന്തരം. അന്ന് ഉപപ്രധാനമന്ത്രി പോസ്റ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, അത് ഓർമ്മിച്ചേ, ഉപപ്രധാനമന്ത്രിയിലെ പോസ്റ്റ് അന്നുണ്ട്. ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരവും ആരാ? പട്ടേലാണ്. സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരവും സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, ഓർമ്മിച്ചേ, ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അടുത്തത് പ്രതിരോധം. ഓക്കെ, പ്രതിരോധത്തിന് നിങ്ങൾക്ക് എന്താ പറയണ്ടേ? നല്ല പ്രതിരോധിക്കണ്ടെങ്കിൽ എന്ത് വേണം? നല്ല ബലം വേണം. അതായത് ഒരാൾ നമ്മൾ ഇങ്ങോട്ടേക്ക് തള്ളുമ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പ്രതിരോധിക്കണ്ടെങ്കിൽ നമുക്ക് നല്ല ബലം വേണം. അതാ അതിൻ്റെ കൂടെ കേട്ടോ, പ്രതിരോധം. നമ്മൾ നല്ല ഏതെങ്കിലും ഒന്ന് പ്രതിരോധിക്കണ്ടെങ്കിൽ ഒരു സാധനം ഇങ്ങോട്ട് വരുന്നത്, അതിൻ്റെ തള്ളി പ്രതിരോധിക്കണ്ടെങ്കിൽ ബലം വേണം. എന്താ? ബൽദേവ് സിംഗ് ആണ്. പ്രതിരോധം ബൽദേവ് സിംഗ്. ഓക്കെ, പ്രതിരോധിക്കാൻ നല്ല ബലം വേണം, അത്രയേ ഉള്ളൂ. ബൽദേവ് സിംഗ് ആണ്. ബൽദേവ് സിംഗ് കേട്ടോ. പ്രതിരോധം ബൽദേവ് സിംഗ് ആണ്. ഓർമ്മിച്ചേ, പ്രതിരോധിക്കാൻ ബലം വേണം. ബലം. ഓക്കെ, പ്രതിരോധം ബൽദേവ് സിംഗ്. ഓക്കെ, അടുത്തത് ധനകാര്യമന്ത്രി ആരാ? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ധനകാര്യമന്ത്രി ആരാണ്? ഷൺമുഖൻ ചെട്ടിയാണ്. ഷൺമുഖൻ ചെട്ടി. ഇതും കോഡ് തരാം. ഷൺമുഖൻ ചെട്ടി. പ്രതിരോധം ബൽദേവ് സിംഗ്, ധനകാര്യം ഷൺമുഖൻ ചെട്ടി. ഓക്കെ, ധനകാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് പൈസ. ഓക്കെ, അപ്പോൾ നമ്മൾ സിനിമയെല്ലാം കാണുന്നുണ്ട്, ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് വണ്ടി വെച്ച് ലോൺ വാങ്ങി, ചെട്ടിയാർക്ക് ആധാരം വെച്ച് പിന്നെ ബ്ലേഡ് പലിശക്ക് പൈസ വാങ്ങി, ഇങ്ങനെല്ലാം പറയുന്നുണ്ട്. വേറൊരു ചെട്ടിയാർ കൂടിയുണ്ട്, ഇൻസ്പെക്ടർ ഗരുഡൻ്റെ സിനിമയുണ്ട്, കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ദിലീപ് ഇടക്കിടക്ക് പോയിട്ട് 10 ലക്ഷം 5 ലക്ഷം എന്നിട്ട് പൈസ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ചെട്ടിയാർ എന്ന് പറയുമ്പോൾ പൈസ, ധനകാര്യം. ഓക്കെ, ആ രീതിയിൽ കണക്ട് ചെയ്യുക. ഓക്കെ, ധനകാര്യം ചെട്ടിയാർ എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഷൺമുഖൻ ചെട്ടി കിട്ടും കേട്ടോ. ഷൺമുഖൻ ചെട്ടിയാറെന്നല്ല, ഷൺമുഖൻ ചെട്ടിയാണേ. ഓക്കെ, അപ്പോൾ ചെട്ടിയാർ നമ്മളെ കോഡ് പറഞ്ഞാന്നേ, ധനകാര്യം
ചെട്ടിയാർ ഓർമ്മ വരണം. ധനകാര്യം പൈസേൻ്റെ പരമായിട്ട് ഇടപെടുമ്പോൾ ചെട്ടിയാടൊക്കെ ലോൺ ഇത് വെച്ച് വണ്ടി വെച്ച് പൈസ മേടിച്ചെന്ന് പറയുമ്പോൾ ധനകാര്യം ചെട്ടിയാർ. അപ്പോൾ ഷൺമുഖൻ ചെട്ടിയാണ് ധനകാര്യമന്ത്രി. ഓക്കെ. അടുത്തത് നിയമമന്ത്രി. പ്രഥമ ഇന്ത്യയിലെ മന്ത്രിസഭയിലെ നിയമമന്ത്രി. ആർക്കും ഇത് കോഡൊന്നും വേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ആരാ നിയമമന്ത്രി? ആരാ? BR അംബേദ്കർ ആണ്. BR അംബേദ്കർ എല്ലാവർക്കും അറിയാം ഈ സംഭവം. ഓക്കെ. സംഭവം വെച്ചാൽ ഭരണഘടന മാത്രം ഓർമ്മിച്ചാൽ മതി. ഓക്കെ. നിയമം ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടന എന്നിൽ മാത്രം ഓർമ്മിച്ചാൽ മതി. നിയമം ഭരണഘടന നിയമമല്ലേ മൊത്തം. അപ്പോൾ നിയമമന്ത്രി ആരാണ്? ആദ്യത്തെ നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. ഓക്കെ, സെറ്റ്. അടുത്തത് റെയിൽവേയും ഗതാഗതവും. ഓക്കെ. റെയിൽവേയും ഗതാഗതം ഒരുമിച്ച് അങ്ങ് വായിച്ചോ. റെയിൽവേ ഗതാഗതം വായിച്ചേ. സംഭവം ഇതാണ്. റെയിൽവേ ഒന്ന്, ഗതാഗതം ഒന്ന്. ഓക്കെ. റെയിൽവേ ഗതാഗതം ആരാ? മലയാളിയാണ് കേട്ടോ. മലയാളിയാണ്. ജോൺ മത്തായി. ഓക്കെ, ഒന്നുകൂടെ പറയാം. റെയിൽവേയും ഗതാഗതവും ജോൺ മത്തായി ആണ്. പ്രധാനമന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രിയും പ്രധാനമന്ത്രിസഭയിലെ ഗതാഗത മന്ത്രി ആരാണ്? ജോൺ മത്തായി. റെയിൽവേ ഗതാഗതം തന്നെയല്ലേ. അപ്പോൾ റെയിൽവേ ഗതാഗതം ജോൺ മത്തായി. ഓക്കെ, സെറ്റ്. അടുത്തത് വ്യവസായം. ഓക്കെ. വ്യവസായം അങ്ങനെ ചോദിച്ച് കാണാനില്ല. ഓക്കെ, ജസ്റ്റ് പറയാം. വ്യവസായം ശ്യാം പ്രസാദ് മുഖർജി. ഓക്കെ. വ്യവസായം ഈ മുഖർജിമാരെല്ലാം ഫുൾ വ്യവസായത്തിൽ ഏർപ്പെട്ടാണെന്ന് ഓർമ്മിച്ചാൽ മതി. ഓക്കെ. വ്യവസായം ശ്യാമപ്രസാദ് മുഖർജിയാണ്. വ്യവസായം ശ്യാമപ്രസാദ് മുഖർജിമാരെല്ലാം വ്യവസായത്തിൽ ഏർപ്പെട്ടത് നിങ്ങൾ ജസ്റ്റ് ഓർമ്മിച്ചായി. വ്യവസായം ശ്യാമപ്രസാദ് മുഖർജിയാണ്. ഓക്കെ. അടുത്തത് ആരാ? വിദ്യാഭ്യാസമാണ്. ഇത് നമ്മൾ 10 പ്രാവശ്യമാണ് പറഞ്ഞു കഴിഞ്ഞ് ഇതുവരെ എല്ലാ ക്ലാസ്സിലും ഇടക്കിടക്ക് ഇയാളെ പേര് വരുത്തുന്നുണ്ട്. ഓക്കെ. ആരാണ്? വിദ്യാഭ്യാസം ആരാ? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ. വിദ്യാഭ്യാസ മന്ത്രി. ഓക്കെ. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനമന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ. തന്നെ മൗലാന അബ്ദുൽ കലാം ആസാദ്. ഓക്കെ. മൗലാന അബ്ദുൽ കലാം ആസാദ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു നീണ്ട സംഭവമാണ്. അതായത് അംഗനവാടി, നഴ്സറി, LKG, UKG 1, 2, 3, 4, 5, 6, 7, 9, 10, +1, +2, ഡിഗ്രി, PG, പിന്നെ അങ്ങനെ പോകല്ലേ. അപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ നീണ്ട പ്രോസസ്സാണ്. അപ്പോൾ മൗലാന അബ്ദുൽ കലാം ആസാദ് നീളല പേരാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. വിദ്യാഭ്യാസം മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇനി നിങ്ങൾ മറക്കൂല, വന്ന് നോക്കിക്കോ. ഓക്കെ, സെറ്റ്. അടുത്തത് ആരോഗ്യം. ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ആരാണ്? എല്ലാം കോഡാണേ. ആരോഗ്യം. ഓക്കെ. ആരോഗ്യമന്ത്രി, ആദ്യത്തെ ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ ആണ്. ഓക്കെ. ആരോഗ്യം ഉണ്ടാകെ അമൃത് കഴിക്കണം. ഓക്കെ. ആരോഗ്യം ഉണ്ടാകെ അമൃത് കഴിക്കണം. അമൃത് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്ക് അറിയില്ലേ? പാലാഴി കടഞ്ഞെടുത്ത് അമൃത് കിട്ടിയില്ലേ? പാലാഴി കടഞ്ഞെടുത്തില്ലേ അമൃത് കിട്ടി? ആരാ പാലാഴി കടഞ്ഞതാരാ? മഹാവിഷ്ണുവാണോ? ശിവനാണോ? പാലാഴി കടഞ്ഞാരനും? അമൃത് എടുക്കേണ്ടിയിട്ട് പാലാഴി കടയുന്നില്ലേ? ഓക്കെ, മറന്നുപോയല്ലോ. പുരാണങ്ങളെല്ലാം മറന്നുപോയി. ഓക്കെ, എന്തേലും പറഞ്ഞേ? ആരോഗ്യം. അമൃത് എന്ന് പറഞ്ഞാൽ അമൃത് എല്ലാവരും കിട്ടൂലേ? അമൃത് കുടിച്ചാൽ ആരോഗ്യം ഉണ്ടാവും. ഓക്കെ. ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ ആണ്. രാജ്കുമാരി അമൃത് കൗർ. ഓക്കെ. ആരോഗ്യമന്ത്രി രാജ്കുമാരി അമൃത് കൗർ ആണ്. അമൃത് കുടിച്ചാൽ ആരോഗ്യം. സെറ്റ്. അടുത്തത് ഭക്ഷ്യം, കൃഷി. ഓക്കെ. ഭക്ഷ്യവും കൃഷിയും ആരായിരുന്നു മന്ത്രിസഭയിൽ? ഓക്കെ. ഭക്ഷ്യമന്ത്രിയും കൃഷിമന്ത്രിയും. ഓക്കെ. ഭക്ഷ്യവും കൃഷിയും ഓർമ്മിച്ചായ. ഭക്ഷ്യവും കൃഷിയും ഇടയ്ക്ക് ചോദിക്കലുണ്ട്. ഓക്കെ. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാനമന്ത്രിസഭയിലെ ഭക്ഷ്യം കൃഷി ആരാ? രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഭക്ഷ്യവും കൃഷിയും കേട്ടോ. ഭക്ഷ്യവും കൃഷിയും ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭക്ഷ്യമന്ത്രിയും കൃഷിമന്ത്രിയും. ഓക്കെ, ഒന്നുകൂടി പറയാം. സ്വതന്ത്ര ഇന്ത്യയിലെ പ്രഥമ ഭക്ഷ്യം കൃഷി. ഓക്കെ. ഭക്ഷ്യവും കൃഷിയും ആരാണ്? രാജേന്ദ്ര പ്രസാദ്. ഓക്കെ. അടുത്തത് വാർത്താവിനിമയം. ഓക്കെ. വാർത്താവിനിമയം റാഫി അഹമ്മദ് കിദ്വായ് ആണ്. ഓക്കെ. വാർത്താവിനിമയം റാഫി അഹമ്മദ് കിദ്വായ്. ഓക്കെ. വാർത്താവിനിമയം റാഫി അഹമ്മദ് കിദ്വായ്. ഓക്കെ. അടുത്തത് തൊഴിലാണ്. ഓക്കെ. തൊഴിലാരാ? തൊഴിൽ ജഗ്ജീവൻ റാം. ഓക്കെ. തൊഴിൽ ചെയ്താലേ നമുക്ക് ജീവൻ നിലനിർത്താനാവും. തൊഴിൽ ചെയ്താലേ പൈസ കിട്ടൂ. അതുകൊണ്ട് നമ്മൾ ഭക്ഷണം മേടിച്ച് കഴിക്കും. അപ്പോൾ ജീവൻ നിലനിർത്തേണ്ടെങ്കിൽ തൊഴിൽ ചെയ്യണം. ഓക്കെ. തൊഴിലാണ്. ജഗ്ജീവൻ റാം. ഓക്കെ. തൊഴിൽ ഉണ്ടായാലേ നമുക്ക് ജീവൻ നിലനിർത്താനാവുക. തൊഴിലുണ്ടെങ്കിലേ നമുക്ക്
പൈസ കിട്ടുമെങ്കിൽ നമ്മൾ ഭക്ഷണം മേടിച്ച് കഴിക്കാനോ അപ്പോൾ നമുക്ക് ജീവൻ നിലനിർത്തും. തൊഴിൽ ജഗ് ജീവൻ. ഓക്കെ, ജീവനെ തൊഴിൽ ജീവൻ റാം. ഓക്കെ, തൊഴിൽ ജഗ് ജീവൻ റാം. ഓക്കെ, സെറ്റ്. അടുത്തത് പൊതുമരാമത്ത് ഊർജ്ജം. ഓക്കെ, പൊതുമരാമത്ത് ഊർജ്ജവും പൊതുമരാമത്ത് വകുപ്പും ഊർജ്ജ വകുപ്പും ആയിരിക്കായിരുന്നു ആരാ? നർഹരി വിഷ്ണു ഗാഡ്ഗിലാണ്. വിഷ്ണു ഗാഡ്ഗിൽ കേട്ടോ, വിഷ്ണു ഗാഡ്ഗിൽ. ഓക്കെ, നർഹരി വിഷ്ണു ഗാഡ്ഗിലാണ് പൊതുമരാമത്ത് ഊർജ്ജവും. ഓക്കെ, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും പുറത്ത് വെച്ചോ. പൊതുമരാമത്ത് ഊർജ്ജം. ഓക്കെ, നരഹരി വിഷ്ണു ഗാഡ്ഗിലാണ്. നരഹരി വിഷ്ണു ഗാഡ്ഗിലാണ്. ഓക്കെ, അടുത്തത് വാണിജ്യം. ഇത് ഓർമ്മിച്ച് വെച്ചേ, വാണിജ്യം. വാണിജ്യമന്ത്രി ആരായിരുന്നു? ആരാ? ഇത് മുന്നേ നമ്മൾ പഠിച്ചതാണ്, ഞാൻ തന്നെ ലൈവിൽ പറഞ്ഞ കാര്യമാണ് ഇത്. ഓക്കെ, വാണിജ്യമന്ത്രി ആരാണ്? CH ബാബയാണ്. CH ബാബയാണ്. CH ബാബയാണ്. ഓക്കെ, വാണിജ്യം CH ബാബയാണ്. CH ബാബയാണ്. ഓക്കെ, വാണിജ്യമന്ത്രി CH ബാബ. അടുത്തത് ഒരു വകുപ്പില്ലാ മന്ത്രി കൂടി ഉണ്ടായിരുന്നു, ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചോ. ഗോപാലസ്വാമി അയ്യങ്കാറാണ്. ഗോപാലസ്വാമി അയ്യങ്കാറാണ് വകുപ്പില്ലാ മന്ത്രി. ഓക്കെ, വകുപ്പില്ലാ മന്ത്രി ഉണ്ടായിരുന്നു. ആരാണ്? ഗോപാലസ്വാമി അയ്യങ്കാറാണ്. ഗോപാലസ്വാമി അയ്യങ്കാർ. സെറ്റ്. ഇത്രയേ ഉള്ളൂ. അതായത് 1955 ശേഷം രാഷ്ട്രീയ ചരിത്രത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഇത് ഇത്രയേ ഉള്ളൂ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രാഷ്ട്രപതിമാരുടെ കുറച്ച് പ്രത്യേകതകളാട്ടോ. എല്ലാം നോക്കുന്നൊന്നുമില്ല, ഇമ്പോർട്ടൻ്റ് മാത്രമേ നോക്കുന്നില്ല. രാഷ്ട്രപതിമാരുടെ കുറച്ച് പ്രത്യേകതകളാണ് നോക്കാനുള്ളത്. ഓക്കെ അല്ലേ? അടുത്ത വീഡിയോ നോക്കിയാലോ? അല്ലേ, വേണ്ട, നോക്കാം. രാഷ്ട്രപതിമാരുടെ പ്രത്യേകതകളാണ്. രാഷ്ട്രപതിമാരുടെ പ്രത്യേകതകൾ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ആദ്യ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതി ആരായിരിക്കും? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതിയാണ് രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഓക്കെ, ഇന്ത്യ പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്നപ്പോഴാണ് 1961. 1961 ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ആദ്യത്തെ സംയുക്ത സമ്മേളനം നടന്നത്. 1961. 1961 അത് വിളിച്ചുകൂട്ടിയ രാഷ്ട്രപതിയാണ് രാജേന്ദ്ര പ്രസാദ്. രാജേന്ദ്ര പ്രസാദ്. ഓക്കെ, അടുത്ത ചോദ്യം, 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്തും 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തും രാഷ്ട്രപതി ആരായിരുന്നു? ഓക്കെ, 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്തും നമ്മൾ പറഞ്ഞ കാര്യമാണ് ഇതല്ലോ. 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്തും 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്തും രാഷ്ട്രപതി ആരായിരുന്നു? ആരാ? പറഞ്ഞോ. ഓക്കെ, ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ, ഒന്നുകൂടെ പറയാം. 1962 ഇന്ത്യ ചൈന യുദ്ധ സമയത്തും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്തും രാഷ്ട്രപതി എസ് രാധാകൃഷ്ണനാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ്? ഈ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തന്നെയാണ്. ഓക്കെ, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തന്നെയാണ്. ഇന്ത്യ ചൈന യുദ്ധ സമയത്തിൻ്റെ ഭാഗമായിട്ട് 1962 ഓക്കെ, അതായത് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ തന്നെയാണ്. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. 1962 ഒക്ടോബർ 26 1962 ഒക്ടോബർ 26 ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് 62 ഒക്ടോബർ 26 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയിലെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം, ഇതൊന്നും വേണ്ട, ഇതൊന്നും ചോദിക്കില്ല. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയുടെ രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയിലെ രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാണ്? വി.വി. ഗിരിയാണ്. വി.വി. ഗിരി കേട്ടോ, വി.വി. ഗിരിയാണ്. ഓക്കെ, ഇന്ത്യയുടെ രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതിയാണ് വി.വി. ഗിരി. 1971 1971 ഒക്കെ ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ രണ്ടാം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാഷ്ട്രപതി വി.വി. ഗിരിയാണ്. 1971 1971. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? വി.വി. ഗിരിയാണ്. വി.വി. ഗിരിയാണ്. ഓക്കെ, വി.വി. ഗിരിയാണ്. വി.വി. ഗിരി തന്നെയാണ്. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ 25 വർഷം രജത ജൂബിലി 25 വർഷം. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിച്ചപ്പോൾ രാഷ്ട്രപതി ആരായിരുന്നു? വി.വി. ഗിരിയാണ്. 1972. ഓക്കെ, അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ
എപ്പോഴാണ് 1975 1975 ജൂൺ 25 ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ ഓക്കെ 1975 ജൂൺ 25 പ്രഖ്യാപിച്ച രാഷ്ട്രപതി ആരാ? ഏത് രാഷ്ട്രപതിയാണ്? ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഓക്കെ. ആദ്യ ആഭ്യന്തര അടിയന്തരാവസ്ഥ, ഇന്ത്യയിലെ ആദ്യത്തെ ആഭ്യന്തര അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 ഓക്കെ. പ്രഖ്യാപിച്ച രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് ഓക്കെ. അടുത്ത ചോദ്യം, അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരായിരുന്നു? ഓക്കെ. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഗ്യാനി സെയിൻ സിംഗ് ആണ് ഓക്കെ. അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ഗ്യാനി സെയിൻ സിംഗ് ആണ് ഓക്കെ. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആരാ? ഓക്കെ. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ്? ഗ്യാനി സെയിൻ സിംഗ് തന്നെയാണ് ഓക്കെ. 1986 പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിലാണ് പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ചേട്ടാ. ഒന്നുകൂടി പറയാം. പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ഓക്കെ ആർട്ടിക്കിൾ 111 പ്രകാരം പോക്കറ്റ് വീറ്റോ ഉപയോഗിച്ച ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രപതിയാണ് ഗ്യാനി സെയിൻ സിംഗ് ആണ്. 1986 പോസ്റ്റ് ഓഫീസ് ഭേദഗതി ബില്ലിനാണ് ഓക്കെ. അടുത്ത ചോദ്യം, രണ്ടാം ഘട്ട ബാങ്ക് ദേശസാൽക്കരണ സമയത്ത് 1980 ഓക്കെ ഇത് വേണം. പൊക്രാനിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണ സമയത്തും കാർഗിൽ യുദ്ധസമയത്തും രാഷ്ട്രപതി ആരാണ്? ഓക്കെ. ഇമ്പോർട്ടൻ്റ് മാത്രമേ പറയുന്നില്ല, കുറേ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതിലുണ്ട്, അതൊന്നും ചോദിക്കൂല ഓക്കെ. പൊക്രാനിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണ സമയത്തും കാർഗിൽ യുദ്ധസമയത്തും രാഷ്ട്രപതി ആരാ? കെ ആർ നാരായണൻ. ഒന്നുകൂടി പറയാം. പൊക്രാനിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണ സമയത്തും കാർഗിൽ യുദ്ധസമയത്തും രാഷ്ട്രപതി ആരാണ്? കെ ആർ നാരായണൻ ഓക്കെ. അടുത്ത ചോദ്യം, പൊക്രാനിലെ ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണ സമയത്ത് മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ്? നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും, മുന്നേ കേട്ടായിരിക്കുമല്ലോ. പൊക്രാനിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ പരീക്ഷണ സമയത്ത് മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരെയായിരുന്നു? ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമാണ്. ഒന്നും കൂടി പറയാം. പൊക്രാനിലെ ഇന്ത്യയുടെ രണ്ടാം ആണവ പരീക്ഷണ സമയത്ത് മേജർ ജനറൽ പൃഥ്വിരാജ് എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെടുന്നത് എ പി ജെ അബ്ദുൽ കലാം ഓക്കെ. അടുത്തത് രാഷ്ട്രപതിമാർ ജസ്റ്റ് ഒന്ന് പറയാം. ആദ്യത്തെ രാഷ്ട്രപതി എല്ലാവർക്കും അറിയാം, രാജേന്ദ്ര പ്രസാദാണ് ആദ്യത്തെ രാഷ്ട്രപതി ഓക്കെ. രാഷ്ട്രപതിമാരിൽ ആദ്യത്തെ രാഷ്ട്രപതി, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? രാജേന്ദ്ര പ്രസാദ്. എപ്പോഴാണ്? 1950 മുതൽ 62 വരെയാണ്. 50 മുതൽ 62 വരെയാണ് ഡോക്ടർ എസ് രാജേന്ദ്ര പ്രസാദ്. ഒന്ന് ഓർമ്മിച്ചോ. രാഷ്ട്രപതിമാർ അത്രയേ ഉള്ളൂ, നിങ്ങളിപ്പോൾ ഒരു 2-3 ആൾ ഓർമ്മിച്ചാൽ മതി ഓക്കെ. രാജേന്ദ്ര പ്രസാദ്, ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദ് ഓക്കെ. 1950 മുതൽ 62 വരെ, 50 മുതൽ 62 വരെ ഓക്കെ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഓക്കെ. രണ്ടാമത്തെ രാഷ്ട്രപതി രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ ഓക്കെ. രണ്ടാമത്തത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എപ്പോഴാണ്? 62 മുതൽ 67 വരെ ഓക്കെ. രണ്ടാമത്തത് രാധാകൃഷ്ണൻ 1962 മുതൽ 67 വരെ ഓക്കെ. മൂന്നാമത്തെ സക്കീർ ഹുസൈനാണ്. സക്കീർ ഹുസൈൻ എന്ന് വർഷമൊന്നും വേണ്ട, മൂന്നാമത്തെ സക്കീർ ഹുസൈൻ ഓക്കെ. മൂന്നാമത്തെ രാഷ്ട്രപതി സക്കീർ ഹുസൈൻ. നാലാമത്തത് വി വി ഗിരിയാണ്. നാലാമത്തെ രാഷ്ട്രപതി വി വി ഗിരി ഓക്കെ. വി വി ഗിരി. അടുത്തത് ഫക്രുദ്ദീൻ അലി അഹമ്മദാണ്. അഞ്ചാമത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഓക്കെ. അടുത്തത് നീലം സഞ്ജീവ് റെഡ്ഡി ഓക്കെ. അടുത്തത് ഗ്യാനി സെയിൻ സിംഗ് ആണ്. ഗ്യാനി സെയിൻ സിംഗ് അടുത്തതായി. അടുത്തത് ആർ വെങ്കിട്ടരാമൻ. അടുത്തത് ശങ്കർ ദയാൽ ശർമ്മ. അടുത്തത് കെ ആർ നാരായണൻ. എ പി ജെ അബ്ദുൽ കലാം ഓക്കെ. പ്രതിഭ പാട്ടീൽ. പ്രണാബ് മുഖർജി. രാംനാഥ് കോവിന്ദ്. ദ്രൗപദി മുർമു ഓക്കെ.
ഇതിൽ നിങ്ങൾ ഇത്രയൊന്നും ഓർക്കണ്ട, ആകെ ഒരു രാജേന്ദ്രപ്രസാദ് രാധാകൃഷ്ണൻ എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, രാജേന്ദ്രപ്രസാദ് ആദ്യത്തെ രാഷ്ട്രപതി രാജേന്ദ്രപ്രസാദ് 1950 മുതൽ 62 വരെ. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 62 മുതൽ 67 വരെ. ഓക്കെ, പിന്നെ ഇവരെല്ലാം രാഷ്ട്രപതി ആയിട്ടുണ്ടെന്ന് ഓർമ്മിച്ച് നോക്കുക. ഇത് കാലക്രമേണ പഠിച്ചുകൊണ്ടിരുന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഇവരെല്ലാം രാഷ്ട്രപതി ആയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് അബ്ദുൽ കലാം ഉണ്ട് കേട്ടോ. APJ അബ്ദുൽ കലാം 2002 മുതൽ 2007 വരെ. 2002 മുതൽ 2007 വരെ. ഓക്കെ, ഇത്രയും ഓർമ്മിച്ച് വെച്ചാൽ മതി. രാജേന്ദ്രപ്രസാദ് 1950 മുതൽ 62 വരെ. സക്കീർ ഹുസൈൻ 62 67. സോറി രാധാകൃഷ്ണൻ 62 67. ഒക്കെ ഒന്നുകൂടി പറയാം. രാജേന്ദ്രപ്രസാദ് 1950 മുതൽ 62 വരെ. ഓക്കെ, രാധാകൃഷ്ണൻ 62 മുതൽ 67 വരെ. രണ്ടും ഓർമ്മിച്ച് നോക്കുക. അടുത്തത് APJ അബ്ദുൽ കലാം 2002 മുതൽ 2007 വരെ. ഓക്കെ, ജസ്റ്റ് അത്ര ഓർമ്മിച്ച് വെച്ചാൽ മതി, ഇതൊന്നും ചോദിക്കുന്നില്ല. ഉപരാഷ്ട്രപതിമാർ ആകെ നിങ്ങൾ ഒറ്റ ഒന്ന് ഓർമ്മിക്കണ്ട. ഓക്കെ, ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാ? ആദ്യത്തെ ഉപരാഷ്ട്രപതി നമ്മൾ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി അവരുടെ സ്ഥലവും കാര്യങ്ങളെല്ലാം നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ പറയാത്ത കേട്ടോ. ഇപ്പോഴത്തെ രാഷ്ട്രപതിൻ്റെ ആയാലും ഉപരാഷ്ട്രപതിൻ്റെ ആയാലും അവരെ സ്ഥലം പഠിക്കാണ്ട് അവർ വന്നത് പഠിക്കാണ്ട് എല്ലാം നോക്കാണ്ട് അത് നമ്മൾ കറണ്ട് അഫയേഴ്സ് ചെയ്യും കേട്ടോ. കറണ്ട് അഫയേഴ്സിലാണ് ചെയ്യുക. ഓക്കെ, അതേ ചോദിക്കുന്നതിനൊക്കെ കറണ്ട് അഫയേഴ്സിലേ ചോദിക്കും. പിന്നെ ഇതിലെ ചിലപ്പോൾ ആദ്യത്തെ കണ്ട് ചോദിച്ച് അത്രയേ ഉള്ളൂ, നടുക്കത്തിന് ചോദിക്കുന്നില്ല. ജസ്റ്റ് ഓർമ്മിച്ചൊക്കെ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഇപ്പോഴത്തെ കാര്യം രാഷ്ട്രപതി ആയാലും ഉപരാഷ്ട്രപതി ആയാലും പ്രധാനമന്ത്രി എല്ലാവരും വന്നത് എവിടുന്ന മത്സരിച്ച് എവിടുന്ന എല്ലാം കറണ്ട് അഫയേഴ്സിൽ ചോദിക്കും കേട്ടോ. ഓക്കെ, അങ്ങനെ ഉപരാഷ്ട്രപതിമാരിൽ നിങ്ങൾ നോക്കേണ്ടത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1952 മുതൽ 62 വരെ. ഓക്കെ, അത് മാത്രം ഓർമ്മിച്ചായി. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ 1952 മുതൽ 62 വരെ. ഓക്കെ, പിന്നെ ഒന്നും വേണ്ട, അത് ഓർമ്മിച്ചാൽ ഇത്രയും കേട്ടോ. പ്രധാനമന്ത്രിമാരെ നോക്കാനുള്ളത് അതിന്ന് നോക്കിയാൽ ഇപ്പം കഴിയൂല, കുറേ ടൈമായി പോകും. ഓക്കെ, പ്രധാനമന്ത്രി നമുക്ക് നാളെ നോക്കാം. പ്രധാനമന്ത്രിയുടെ പ്രത്യേകതകൾ. ഓക്കെ, അതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ താഷ്കൻഡ് കരാർ. ഞാൻ ജസ്റ്റ് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞില്ല അപ്പുറം നമുക്ക് പഠിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. താഷ്കൻഡ് കരാർ വരുന്നുണ്ട്. പ്രധാനമന്ത്രി താഷ്കൻഡ് കരാർ, കാശ്മീർ വിഭജനം 2019. ഓക്കെ, ഇന്ത്യയുടെ പിന്നെ ചിഹ്നങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ. ഓക്കെ, ബാക്കി നാളെ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് കമ്പനിയുടെ LGSൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ഏറ്റവും താഴെ മുതൽ മുകളിലേക്ക് കണ്ടുവന്നു കഴിഞ്ഞാൽ ഒരു റാങ്ക് ഫയൽ പഠിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് പോകാനോ. കാരണം വെച്ചാൽ ഞാനൊരു പേജ് പോലും ഒഴിവാക്കാതെ ആ പേജിലെ വേണ്ടത് മാത്രം പറഞ്ഞ് ഓരോ പേജും മറിച്ചിട്ട് പോകുന്നത്. LGS കമ്പനിയുടെ LGSൻ്റെ സിലബസ് ബേസ്ഡ് കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എക്സ്ട്രാ ഒരു കാര്യം പോലും യൂറോപ്യന്മാരാകാനും പറഞ്ഞു. പക്ഷേ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് PSC സിലബസ് കൊടുത്തില്ലേ പോലും അത് ചോദിക്കും. അപ്പോൾ ആ മേഖല അങ്ങനെയുള്ള സാധനം ഞാൻ പറയുന്നുണ്ട്. അത് സിലബസിൽ പെടാത്തതാണ്. പക്ഷേങ്കിൽ ഔട്ട് ഓഫ് സിലബസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മാർക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അത് ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ്. അതുകൊണ്ട് പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. വലിയ പ്രശ്നമില്ല, കുറേ സമയം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു അരമണിക്കൂർ നോക്കി കഴിഞ്ഞാൽ തീരുന്ന സാധനമാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കമ്പനിയുടെ സിലബസിൻ്റെ ആദ്യം മുതൽ മേലോടേക്ക് നമ്മൾ വന്നുകൊണ്ട് പോയിക്കൊണ്ട് നിൽക്കലാണ്. ഒരു 2-3 ക്ലാസ് കൊണ്ട് നമ്മൾ രണ്ടാമത്തെ 5 മാർക്കും കഴിയും. ഓക്കെ, അതായത് രണ്ടാമത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ വെല്ലുവിളികൾ കഴിഞ്ഞു, യുദ്ധങ്ങൾ ഇപ്പോൾ ഏകദേശം സെറ്റായി, ഇനി പുരോഗതികൾ കഴിഞ്ഞു, ഇനി പഞ്ചവത്സര പദ്ധതി കൂടി നോക്കാനുണ്ട്. പഞ്ചവത്സര പദ്ധതി അതും കൂടി നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ 5 മാർക്കും സെറ്റ്. ഓക്കെ, അങ്ങനെ 10 മാർക്ക് നമ്മൾ പഠിച്ചെന്നല്ല, 10 മാർക്ക് നമുക്ക് എന്ത് ചോദിച്ചാലും ഈ 10 മാർക്ക് എന്ന് പറഞ്ഞാൽ 10 മാർക്കൊന്നല്ല ചോദിക്കും കേട്ടോ. 10 മാർക്ക് ചിലപ്പോൾ 12, 13 മാർക്കെല്ലാം ഉണ്ടാവും. ഓക്കെ, 14 മാർക്കെല്ലാം ഉണ്ടാവും. കാരണം അപ്പുറം നിന്ന് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫുൾ സെറ്റായി പഠിക്കുക. ഞാനും പരമാവധി എൻ്റെ ഭാഗത്തിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, എന്നാൽ വേറൊന്നുമില്ല. അടുത്ത വൈകുന്നേരം SCRTൻ്റെ 7ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7ാം ക്ലാസ് സാമൂഹ്യശാസ്ത്രം ക്ലാസ് ഉണ്ടാവും. ഓക്കെ, എന്നാൽ നാളെ ഇതിൻ്റെ ബാക്കി കേട്ടോ. നാളെ ഇതിൻ്റെ ബാക്കിയാണ്. ഇത് കണ്ടിന്യൂ ആയിട്ട് പോയി കേട്ടോ. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത് വരും കേട്ടോ. ഈ ഹെഡിങ്ങും ഈ തംബ്നെയിലെല്ലാം ഇങ്ങനെ ഞാൻ ഇടുന്നതേ ഉള്ളൂ. സംഭവം വെച്ചാൽ ഇന്നിട്ട വീഡിയോൻ്റെ കണ്ടിന്യൂ ആയിരിക്കും നാളത്തെ തംബ്നെയിലും നോക്കണ്ട. ഇന്നിപ്പോൾ ഞാൻ തംബ്നെയിൽ ചിലപ്പോൾ ഇടാൻ പോകുന്നത് വിദേശ യുദ്ധങ്ങൾ മറ്റേക്ക് ഇടുക. ഓക്കെ, പാർട്ട് 1 എന്നൊന്നും പാർട്ട് ഇടുക നമുക്ക് തോന്നിയ പോലെ. ആ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അത് അടുത്ത വീഡിയോ വേറെ ഏതുമല്ല. 408 പേജായുള്ളത്. 408 പേജ് കഴിഞ്ഞ് 409 പേജാണ് നാളെ ഉണ്ടാവും. അത്രയേ ഉള്ളൂ. ഇന്ന് കഴിഞ്ഞാൽ നാളെ അതിൻ്റെ കണ്ടിന്യൂസ് ആണ്. അടുത്ത പേജ് തന്നെ ഞാൻ ചോദിക്കുക. പക്ഷേ തംബ്നെയിൽ ഞാൻ അങ്ങനെ ഇടുന്നതേ ഉള്ളൂ. ഓക്കെ, അല്ലെ നിങ്ങൾക്ക് തന്നെ മടുത്തു പോകും. തംബ്നെയിൽ കാണുമ്പോൾ നിങ്ങൾക്കൊരു ഇതുണ്ടാവും, അങ്ങനെ ഇത്രയും ഭാഗങ്ങളെ കവർ ചെയ്ത് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ്. അല്ലാണ്ട് ഇതിൻ്റെ 2ാം പാർട്ട് 3ാം പാർട്ട് അങ്ങനെ ഫുൾ പാർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 100 പാർട്ട് എത്തുമ്പോഴേക്കും ഇനി എത്ര കാണണോ അതൊന്നും നടക്കില്ലാന്നായിരിക്കും, മനസ്സ് മടുക്കും. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എന്നാലും സെറ്റ് നാളെ വൈകുന്നേരം ഇതിൽ പറയാം, നമ്മളെ SCRT പറയാം. അത് കഴിഞ്ഞിട്ട് സെറ്റാക്കി എല്ലാവരും പഠിക്കാം കേട്ടോ നല്ലപോലെ. ഓക്കെ, എന്നാൽ ബൈ.